കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആന്റിക്ക് എന്തിനാ അവരോട് ഇത്രയ്ക്കും ദേഷ്യവും വെറുപ്പും? നിനക്കിനി ഈ സുമംഗലെ മനസ്സിലായിട്ടില്ലടി. എന്റെ ദേഷ്യം മുഴുവൻ അവളോടല്ലടി ഉള്ളത്, ഈ വീട്ടുകാരോടാ. ഈ വീട് എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്യാത്തതാടി എന്റെ വേദന. എന്തായി പറയുന്നേ? ആന്റിക്ക് ഷെൽട്ടറും തരുന്നുണ്ട്, ഫുഡും തരുന്നുണ്ടല്ലോ, ഡ്രസ്സും വാങ്ങി തരുന്നുണ്ട്. ഇനി എന്താ വേണ്ടത്? നിന്നെ സംബന്ധിച്ച് ഇതൊക്കെ മതിയാകും. നിന്റെ ഈ പ്രായത്തില് ഞാൻ വിധവയായതാ. ഇപ്പൊ ഇത്രയും പ്രായമായിട്ടും രണ്ടാമതൊരു കല്യാണം ആലോചിച്ചിട്ടില്ല എന്റെ ഏട്ടൻ എഴുത്തി. അവരുടെ മോന് പക്ഷേ രണ്ടാം കല്യാണം നടത്തി. അപ്പൊ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? എനിക്കും ആഗ്രഹങ്ങളുണ്ടടി. എന്തോ ഒരു ദോഷമുള്ളത് കൊണ്ടല്ലേ വീണ്ടും കല്യാണം കഴിപ്പിക്കാത്തത്? ദോഷവുമില്ല, ദോഷമാവൂല്ല. ഇതൊക്കെ അവരുടെ നമ്പറല്ലേ. എനിക്ക് രണ്ടാമതൊരു കല്യാണം ആലോചിക്കാതെ ഈ വീട്ടിലെ ജോലിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുകൊണ്ടാടി എനിക്ക് ഈ ദേഷ്യം. എനിക്ക് കിട്ടാത്ത സന്തോഷം വേറെ ആർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരുടെ മനസമാധാനം ഞാൻ ഇല്ലാതാക്കൂടി. അപ്പോ നാളൊരു ദിവസം എന്നെ ആക്കിയല്ലേ ഇതുപോലെ പിരിക്കുന്നാണോ? നീ എനിക്ക് സ്വന്തം മോളെ പോലെയല്ലേ. നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? നിനക്കൊരു സങ്കടവും വരുത്തില്ലെന്ന് നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്കു കൊടുത്തതല്ലേ. എന്താണോ എന്തോ ആന്റിയെ അത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആന്റി എനിക്കിട്ടും പണി തരില്ലേ? അയ്യോ, ഇപ്പോഴേ അകലം പാലിക്കുന്നത് നല്ലതാ. അഖിൽ എന്നോട് ആദ്യമേ പറഞ്ഞതാ. എന്നാ ഞാൻ പോവാ. നില്ല് മോളെ, ഞാൻ പറയുന്ന കേൾക്ക്. മോളെ കാർത്തികേ, എന്താ ഇങ്ങനെ? ഇവക്കൊരു മനം മാറ്റം. ഒരുപക്ഷെ എന്റെ പിടിയിൽ നിന്ന് ഇവൾ അകന്നു പോവോ? ഇവൾ എന്റെ കൂടെ നിൽക്കില്ലേ? എത്ര നാള് പോവും നോക്കാം. അങ്ങനെ വന്നാൽ ഞാൻ വെറുതെ ഇരിക്കുവോ? എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെന്നും എങ്ങനെ നിന്നെ അടക്കി നിർത്തണമെന്നും എന്നെ പ്രത്യേകിച്ച് പഠിപ്പിക്കണം. ഞാനൊരു പെൺശകുനിയാടി. ഉണ്ണി, നീ അങ്ങനെ അടിക്കാൻ പാടില്ലായിരുന്നു വസു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട ചേച്ചി? സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞോണ്ടേയിരിക്കുന്നു. സ്കൂളിൽ ഇന്ന് പോയില്ലെങ്കിൽ അവൻ നാളെ പോയിക്കോളും. നാളെ അല്ലെങ്കിൽ 2 ദിവസം കൂടി അവൻ വീട്ടിൽ നിന്നോട്ടെ, എന്നിട്ട് അവൻ പോയിക്കോളും. അവൻ സ്കൂളിലേക്ക് പോകുന്നില്ല, ഹോസ്റ്റലിലേക്ക് പോകുള്ളൂ പറഞ്ഞോണ്ടിരിക്കുക. അവന്റെ ചേട്ടനും ചേച്ചിയും അവര് ഹോസ്റ്റലിൽ നിന്നിട്ടല്ലേ പഠിക്കുന്നേ. ചിലപ്പോ ഉണ്ണിക്കും അതുപോലെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തോന്നുന്നുണ്ടാവും. ഈ പ്രായത്തിൽ എന്തിനാ ചേച്ചി ഹോസ്റ്റലൊക്കെ നിൽക്കുന്നേ? അത് തിരിച്ചറിയാനുള്ള വയസ്സ് ഉണ്ണിക്കായിട്ടില്ലല്ലോ. നമ്മളൊക്കെ പറയുന്നത് അവൻ അനുസരിക്കണ്ടേ? മനസ്സിലാവുന്നത് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ ഇങ്ങനെ അടിക്കുകയല്ല വേണ്ടത്. അവനെ ഞാൻ ഉപദ്രവിച്ചത് എനിക്ക് സന്തോഷമായെന്നാണോ പറയുന്നത്? അവൻ എനിക്കെന്റെ ജീവനാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? അത് അറിയാവുന്നത് കൊണ്ടാ പറഞ്ഞേ. ഇപ്പോഴാ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നേ. 2 ദിവസം മുഴുവൻ ഗുണ്ടകൾക്കിടയില് പേടിച്ച് ഇരുന്നിട്ടാവും വന്നത്. പോരാഞ്ഞിട്ട് അബിക്കുണ്ടായ അപകടം അവൻ കാരണമാണെന്ന ഗിൽറ്റി ഫീല് കൂടിയുണ്ട്. ഈ സമയത്ത് അവനെ ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ വഴക്ക് പറയാൻ അടിക്കുകയും ചെയ്ത അത് ഉണ്ണിയുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കും വസു. എനിക്കതറിയാം. പക്ഷെ ഒരു ദിവസം പോലും അവനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയാ അവനെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞേക്കുന്നേ? അവൻ പറഞ്ഞെന്ന് വെച്ച് നമ്മൾ അങ്ങനെ അവനെ വിടുവോ? നീ സമ്മതിച്ചാലും അബി സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഇനി ഒരിക്കലും നീ ഉണ്ണിയെ എങ്ങനെ അടിക്കരുത് വസു. അവിടെ അമ്മയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അവന്റെ വാശി കണ്ടിട്ട് അമ്മ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടി കൊണ്ടാ അതുകൊണ്ടാ ഞാൻ ഉണ്ണിയെ ഒരുപാട് ഉപദ്രവിച്ചത്. അതും എനിക്ക് നന്നായിട്ട് മനസ്സിലായി വസു. അമ്മ വഴക്ക് പറയുന്നതിന് മുന്നേ നീ ഉണ്ണിയെ അടിച്ചു. പക്ഷേ അതൊന്നും അവന് മനസ്സിലാവില്ല വസു. നീ അടിച്ച വിഷമത്തിലായിരിക്കും അവൻ ഇരിക്കുന്നത്. വാ, അവനോട് സ്നേഹത്തോടെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കേ. ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു ചേച്ചി. എന്റെ വസു, കുട്ടികളോട് നമ്മളെ ദേഷ്യം എത്ര നേരം നിൽക്കുന്നോ അതുപോലെ തന്നെയാ അവർക്ക് നമ്മളോട് തോന്നുന്ന ആ പിണക്കവും. നീ അവനോട് സോറി പറയേണ്ട ആവശ്യം പോലുമില്ല. ഉണ്ണിയുടെ കവളില് ഒരു ഉമ്മ കൊടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും അവന്റെ പിണക്കം മാറും. ഒരാവശ്യമില്ലാതെ രാവിലെ തന്നെ ഞാൻ അവനെ വിഷമിപ്പിച്ചു. ഇപ്പൊ നീ ഇവിടെ നിന്ന് വിഷമിക്കാതെ അതൊക്കെ വിട്. വന്നേ, നീ പോയി ഉണ്ണിയോടൊന്ന് സംസാരിക്ക്.
പിന്നെ അമ്മ എതിർത്ത് സംസാരിക്കാൻ ഉണ്ണി, അത് തെറ്റല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. സ്കൂളിൽ പോവില്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ. അത് തെറ്റ് തന്നെയല്ലേ? നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പൊ പഠിക്കേണ്ടതല്ലേ? ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പഠിച്ചോളാം അച്ഛാ. എന്തിനാ മോനെ ഹോസ്റ്റൽ? ഞാൻ ഹോസ്റ്റലിൽ നിന്നാ വളരെ നന്നായിട്ട് പഠിക്കുമല്ലോ അച്ഛാ. നീ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് പഠിക്കുന്നതല്ലേ? അതല്ല അച്ഛാ, ഹോസ്റ്റലിലാണെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ പഠിക്കും. ഇനിയും കൂടുതൽ മാർക്ക് എനിക്ക് വാങ്ങിക്കാൻ പറ്റും. എല്ലാ മിസ്സിന്റെ അടുത്തൊന്നും ഗുഡ് ബോയ് എന്നുള്ള പേര് ഞാൻ മേടിക്കും. നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഒരിക്കലും ഹോസ്റ്റലിൽ നിൽക്കാൻ പാടില്ല ഉണ്ണി. ഞാനതിനിപ്പോ ഒരു വലിയ കുട്ടിയായില്ലേ അച്ഛാ. നമ്മുടെ വല്യച്ഛന്റെ മക്കള് പോലും ഹോസ്റ്റലല്ലേ താമസിക്കുന്നത്. അവരൊക്കെ വലിയ കുട്ടികളല്ലേ, കുസൃതിയും കൂടുതലാ. വീട്ടിലിരുന്ന കുസൃതി കൂടുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാ ഹോസ്റ്റലിൽ ചേർത്തത്. ഞാനും കുസൃതി കാണിക്കുന്ന കുട്ടി തന്നെയല്ലേ. എന്തൊക്കെ കുസൃതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനാ ഞാൻ ഹോസ്റ്റലിൽ പോണോന്ന് പറഞ്ഞത്. നീ ചെയ്ത കുസൃതി പിന്നെയും കുഴപ്പമില്ല. അവരാണെങ്കിലോ അധികം കുസൃതി കാണിക്കും, സഹിക്കാൻ പോലും കഴിയില്ല. എന്റെ കുസൃതി അച്ഛനെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ അമ്മമ്മ എന്നെ വഴക്കൊക്കെ പറയുന്നത്. അച്ഛന് എന്നെ ഒരു പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഓക്കെ, ഇനി ഒരിക്കലും വഴക്ക് പറയില്ല. വീട്ടിൽ തന്നെ നിൽക്കാം. അമ്മയെ വേദനിപ്പിക്കരുത് പ്ലീസ്. സോറി അച്ഛാ, എനിക്കിപ്പോ വീട്ടിൽ താമസിക്കണമെന്നില്ല. ഹോസ്റ്റലിൽ പോയി പഠിക്കണമെന്നാ ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം. പ്ലീസ്. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നേ ഇല്ല. അച്ഛനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? വീട്ടിലിരുന്ന ഞാൻ ഒരുപാട് കുസൃതികളൊക്കെ ചെയ്യും. അനുവിനോടും കീർത്തിയോടും പോലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുന്നില്ല. അവരുടെ റൂമും അവരുടെ കൂടെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മമ്മ ഞാൻ കാരണം എപ്പോഴും ദേഷ്യപ്പെട്ടോണ്ടേ ഇരിക്കുക. എനിക്കിവിടെ മൊത്തം പ്രോബ്ലം അച്ഛാ. എന്നെ ഒന്ന് മനസ്സിലാക്കച്ചാ. ഹോസ്റ്റലിൽ താമസിക്കുവാണെങ്കിൽ ഞാൻ അവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കും. എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർക്കച്ചാ. പിന്നെ നീ ഹോസ്റ്റലിൽ പറയുന്നോ? നിന്നെ ഞാൻ വസുന്ധര നിക്ക. ഉണ്ണിയെ നീ ഇപ്പൊ തന്നെ ഒരുപാട് വേദനിപ്പിച്ചു കഴിഞ്ഞു. വേദനിപ്പിക്കുന്നത് ഞാനാണോ അവരാണോ? ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ ഹോസ്റ്റലിൽ പോണെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ എന്തായാലും ഹോസ്റ്റലിൽ പോയിരിക്കും. ശരി ഉണ്ണി, നിന്റെ ഇഷ്ടം പോലെ ഹോസ്റ്റലിലേക്ക് തന്നെ പോവാം. എന്തായി പറയുന്നേ? ഉണ്ണിയെ ഹോസ്റ്റലിലേക്ക് ചേർക്കുകയാണ്. ഓക്കെ? എന്താ അബി പറയുന്നേ? ഉണ്ണിയുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഏട്ടാ, ഏട്ടാ. എന്താ അബി? ഏട്ടനെപ്പോഴാ ഹോസ്റ്റലിലേക്ക് പോകുന്നത്? ഇന്ന് പോവും. അപ്പൊ ഉണ്ണിയെ കൂടെ കൊണ്ടുപോയിക്കോളൂ. അവനെ അവിടെ ചേർത്തോളൂ. ഉണ്ണി എന്തിനാ ഹോസ്റ്റലിലേക്ക് അയക്കുന്നേ? ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് ഉണ്ണി ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ണി ഒന്നും അറിയാതെ പറഞ്ഞെന്ന് വെച്ച് നീ അവനെ ഹോസ്റ്റലിലേക്ക് വിടാൻ പോവാണോ അബി? ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും അവന്റെ ഇഷ്ടത്തെ നമ്മൾ അംഗീകരിക്കണം. ഉണ്ണി വളരെ ചെറിയ കുട്ടിയല്ലേ അബി? അവന് നല്ലതും ചീത്തയെന്ന് ഇപ്പൊ അറിയാൻ പറ്റില്ല. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് അത്ര മോശം കാര്യമല്ലല്ലോ ഏട്ടാ. ഇപ്പോഴേ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നത് അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ഹോസ്റ്റലിൽ പോയാൽ അവനൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും.
നന്നായിട്ട് പഠിക്കാനും പറ്റും. ചെറിയ കുട്ടിയല്ലേ, അമ്മയെ കാണാതെ അവന് നിൽക്കാൻ പറ്റില്ല അബി. അതൊക്കെ അവന് ശീല. നല്ല കഷ്ടമുണ്ടായിരിക്കും അബി. ഹോം സിക്ക് അവൻ ഒരുപാട് ഫീൽ ചെയ്യും. നിങ്ങൾ പറയാമേ. ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല അബി. എന്താ അമ്മ ഇങ്ങനെ? വീട്ടിലെ മുതിർന്നവരായ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? ആ മര്യാദ നിനക്കുണ്ടായിരുന്നെങ്കിൽ അന്ന് നിന്റെ അച്ഛൻ പറയുന്നത് കേൾക്കാത്തതെന്താ? കാശ് തിരികെ കൊടുത്തത് എന്തിനാ? അത് കഴിഞ്ഞ കാര്യമല്ലേ അമ്മേ. എന്റെ ഭാര്യ എന്റെ മകൻ എന്ന് പറഞ്ഞല്ലോ. ആരും പറയുന്നത് കേൾക്കാതെ ജീവൻ പണയം വെച്ചല്ലോ. നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തോണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മുടെ ഉണ്ണി കിഡ്നാപ്പേഴ്സിന്റെ കയ്യിലായിരുന്നു. അവർക്ക് പണം കൊടുത്ത് ഉണ്ണിയെ കൂട്ടിക്കൊണ്ടുവരാന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളാണ് തിടുക്കം കാണിച്ചത്. ഉണ്ണിയുടെ ജീവന് ഭീഷണി ഉണ്ടാവുമെന്ന് കരുതി അവനെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് കുറുക്കുവഴി തേടേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് അന്ന് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇനി അമ്മയുടെ തീരുമാനം എന്താന്ന് പറയും. ഏട്ടത്തിയോട് അവൻ ചോദിക്കുന്നേ, മറുപടി പറ. എന്ത് തീരുമാനമായാലും നീ അത് ആലോചിച്ചല്ലേ ചെയ്യൂ. അങ്ങനെ തന്നെ ചെയ്യേ. അമ്മ കൂടി ഇങ്ങനെ പറഞ്ഞ അഭി ചോദിച്ചതിന് മറുപടിയാ ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും അഭിപ്രായം നിനക്കുണ്ടെങ്കിൽ നീയത് പറഞ്ഞോളൂ. എനിക്കെതിർപ്പൊന്നുമില്ല. അങ്ങനെയല്ല അമ്മേ. ഉണ്ണിക്കിപ്പോ എത്ര വയസ്സായി? അനുവിനെയും കീർത്തിയും കാലം ഒരു അല്പം കൂടി മുതിർന്നവൻ. ഹോസ്റ്റലിലേക്ക് അയക്കാൻ പറ്റുമോ? നിന്റെ മക്കൾ അവിടെയല്ലേടാ ഉള്ളത്. അവരവിടെ ഉള്ളപ്പോ ഉണ്ണിക്കും അത് സന്തോഷാവുമല്ലോ. 2 മാസം കഴിയുമ്പോ അവനെല്ലാം ശീലായിക്കോളും. പുതിയ കൂട്ടുകാരൊക്കെ ആവുമ്പോ അവന് ഹാപ്പിയാകും. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ചൈൽഡ് കെയർ സെന്റർ അല്ല ഇളയമേ. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പഠിക്കേണ്ടി വരും. പിന്നെ അവരുടെ ഫുഡും രീതിയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഡിസിപ്ലിന്റെ കാര്യം കൂടി ഓർത്തിട്ടാവും ചേട്ടാ ഉണ്ണിയെ ഹോസ്റ്റലിലാക്കാമെന്ന് വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വാ അടക്കടി. അതേ മോനെ, ഹോസ്റ്റലാകുമ്പോ അവന്റെ കുസൃതികളൊക്കെ കുറയും. നല്ലതും ചീത്തയും മനസ്സിലാക്കി അവൻ പഠിക്കുകയും ചെയ്യും. ചെറിയ കുട്ടിയല്ലേ, കുസൃതിയൊക്കെ ഉണ്ടാവും ഇളയമേ. ഈ പ്രായത്തിൽ അവൻ അമ്മയെ വിട്ട് മാറി നിന്ന വളർന്നു കഴിയുമ്പോ അവൻ ആരോടും അടുപ്പം തോന്നാതെ ആവും. അഭിയേക്കാളും നന്നായി നിനക്കതറിയാമോ ഭാവനെ? അവന് നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവില്ലെന്നാണോ? ഇതെന്റെ മാത്രം തീരുമാനമല്ല ഏട്ടത്തി. ഞാൻ ഉണ്ണിയോട് സംസാരിച്ചിരുന്നു. ഹോസ്റ്റലിൽ പോകുന്ന കാര്യത്തിൽ അവൻ ഉറച്ചു നിൽക്കുകയാണ്. വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും ഹോസ്റ്റലിൽ പോയി പഠിക്കുന്നതാണ് അവന് ഇഷ്ടമെന്ന് പറയുന്നു. നിർബന്ധിച്ച് ഉണ്ണിയെ വീട്ടിൽ നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ അത് അവന്റെ സ്വഭാവത്തെ തന്നെ ബാധിച്ചേക്കാം. പിടിവാശിക്കാരനായി മാറാം. അതും ശരിയാണ് അബി. കുട്ടികളുടെ ഇഷ്ടമില്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അതെ, കുട്ടികൾ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താ അവര് വലുതാകുമ്പോ വൃത്തികെട്ട് തെമ്മാടുകളായി മാറും. അല്ലെങ്കിലേ ഉണ്ണിക്ക് പിടിവാശി കൂടുതലാ. ഈ വയസ്സിൽ ശ്രദ്ധിക്കാതെ വലുതായിട്ട് പിന്നെ എന്തിനു കൊള്ളാം? ഈ പ്രായത്തിലെ അവനെ അടക്കി വളർത്തിയില്ലെങ്കിൽ വലുതായി കഴിയുമ്പോ അവൻ കുഴപ്പക്കാരനായി മാറും. ഏട്ടാ, സ്കൂളിൽ പോകുമ്പോൾ ഉണ്ണിയും കൂടെ കൂട്ടിക്കോളും. ഏട്ടത്തി ചെന്ന് ഉണ്ണിയെ റെഡിയാക്കി നിർത്താൻ വസുവിനോട് പറഞ്ഞോളൂ.
ഇങ്ങനെ വാശി പിടിക്കുന്നേ? എന്നോട് ദേഷ്യമാണോ? ഞാൻ നിന്നെ ശ്രദ്ധിക്കാതിരുന്നതായി തോന്നിയോ? അങ്ങനെയൊന്നും അല്ല അമ്മേ കാര്യം. പിന്നെ നീ സ്കൂളിൽ നിന്ന് വരുമ്പോ നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്നുള്ള ഭയമാണോ നിനക്ക്? അല്ലെങ്കിൽ പിന്നെ നീ കാരണമാണ് ഡാഡിക്ക് ഇങ്ങനെ ആയതെന്നുള്ള വിഷമാണോ? നിനക്ക് ഹോസ്റ്റലിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താ? ഞാൻ നല്ലോണം പഠിക്കണ്ടേ അമ്മേ? എല്ലാരും എന്നെ പറ്റി പുകഴ്ത്തി പറയണ്ടേ? ഇവിടെ നിന്നപ്പോഴും നീ നന്നായിട്ടല്ലേ പഠിച്ചത്? നീ തന്നെയല്ലേ ക്ലാസ്സിലെ ഫസ്റ്റ് ആണെന്ന് എപ്പോഴും പറയാറ്? അങ്ങനെയാണേലും എനിക്ക് ആ സ്കൂളിൽ ഇപ്പൊ ഇഷ്ടമല്ല. നിനക്ക് നിന്റെ സ്കൂൾ ഇഷ്ടമാണെന്നല്ലേ പറയാറ്? വേണമെങ്കിൽ നിന്നെ വേറൊരു സ്കൂളിലേക്ക് മാറ്റാം. വേണ്ട അമ്മേ, എന്നെ ഹോസ്റ്റലിൽ തന്നെ ചേർത്താ മതി. അച്ഛനും അതിനിപ്പോ സമ്മതിച്ചല്ലേ? നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഉണ്ണി. എനിക്കത് പറ്റില്ല. എന്നെ കൊണ്ടും പറ്റില്ല അമ്മ. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പോയല്ലേ പറ്റൂ. വസു, ഉണ്ണിയെ ഹോസ്റ്റലിൽ വിടുന്നതിനായിട്ട് എല്ലാവരും സമ്മതിച്ചു. ഉണ്ണിയെ ഹോസ്റ്റലിൽ വിടാൻ ഏട്ടനോട് അഭി പറഞ്ഞല്ലോ. ഉണ്ണിയെ വിട്ടേക്ക് വസു. എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി. ഇവനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഉണ്ണി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് നല്ലതെന്ന് അഭിയും പറഞ്ഞല്ലോ. അമ്മയും അതിന് സമ്മതിച്ചു. ഇപ്പൊ നീ വേണ്ടെന്ന് പറഞ്ഞ അത് ശരിയാവില്ല. ചേച്ചി, എന്റെ വിഷമം എന്താരും കാണാതെ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. നിന്റെ ഞാനെന്നാ ഹോസ്റ്റലിൽ പോട്ടെ അമ്മ. എന്താ ഉണ്ണി ഇങ്ങനെയൊക്കെ? എന്തിനാ നീ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നെ? നീ ഇന്നു മുതൽ എങ്ങനെ വാശി കാണിക്കാൻ തുടങ്ങിയത്? ഹോസ്റ്റലിലേക്ക് പോകണമെന്നുള്ള ചിന്തയൊക്കെ നിനക്ക് എങ്ങനെയാ ഉണ്ടായത്? ഈ വീട്ടിൽ നിനക്ക് എന്തിന്റെ കുറവാ ഉണ്ണിയുള്ളത്? ഇവിടെ നീ ഒരുപാട് സന്തോഷത്തിലല്ലേ ഇരുന്നേ? പക്ഷെ അമ്മയ്ക്ക് സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാ അമ്മ വിട്ട് ഞാൻ ദൂരോട്ട് പോകുന്നത്. ഇപ്പൊ എന്താ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ ഉണ്ണി? രാവിലെ നിന്നെ അടിച്ചതിന് എന്നോട് ദേഷ്യമാണോ? അല്ലമ്മ, അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. പിന്നെ നീ എന്തിനാ എന്നെ വിട്ടിട്ട് ദൂരെ പോകുന്നേ? ഞാൻ നല്ലോണം പഠിക്കാൻ വേണ്ടിയല്ലേ അമ്മ. ഉണ്ണി, നീ എന്നോട് കള്ളം പറയോ? കള്ളം തന്നെ അമ്മ. അമ്മ ഇപ്പൊ സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ ഞാനിപ്പോ കള്ളം പറഞ്ഞല്ലേ പറ്റൂ. കുഞ്ഞു മുയല്
അമ്മയെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോവാന്ന് ആലോചിച്ചു. കുഞ്ഞു മുയല് അവിടുന്ന് പോയി കഴിഞ്ഞാ അമ്മ മുയലിന് പിന്നെ ഹാപ്പി ആയിട്ടിരിക്കാമല്ലോ. ടൈഗർ വഴക്കും പറയില്ലല്ലോ. രാത്രി നീ എനിക്കൊരു കഥ പറഞ്ഞു തന്നില്ലേ? ഇതായിരുന്നു കഥ.